മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഇനിയൊരു തിരിച്ചുവരവുണ്ടോ? ഫസ്റ്റ് ലെഗിൽ അപ്രതീക്ഷിതമായിട്ട് എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡിനോട് മാഞ്ചസ്റ്റർ സിറ്റി പരാജയപ്പെട്ടത്. ഇനി മാഞ്ചസ്റ്റർ സിറ്റിക്ക് തിരിച്ചു വരാനാകുമോ, അതോ അടുത്ത റൗണ്ടിലേക്ക് റയൽ മാഡ്രിഡ് തന്നെ പോകും? നമുക്ക് നോക്കാം. അതായത് റയൽ മാഡ്രിഡ് മാഞ്ചസ്റ്റർ സിറ്റി മത്സരം ബെർണബ്യൂവിൽ നടന്ന സമയത്ത് അതിൽ ജയിക്കാനുള്ള സാധ്യത ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നത് സിറ്റിക്കായിരുന്നു. കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം, റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് അവർക്ക് കുറേ ഇഞ്ചുറി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ടീം ബാലൻസ്ഡ് ആയിട്ടല്ല ഇരിക്കുന്നത്. അതുമാതിരി ടാക്ടിക്കലി കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. എന്നാൽ ആ മാച്ചിൽ സംഭവിച്ചത് തന്നെ വേറെയായിരുന്നു. എതിരില്ലാത്ത 3 ഗോളുകൾക്കായിരുന്നു റയൽ മാഡ്രിഡ് ജയിച്ചത്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് ചാമ്പ്യൻസ് ലീഗിന്റെ മ്യൂസിക് കേട്ട് കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു ഗെയിം തന്നെ എവിടെ നിന്നാണ് അങ്ങനത്തെ ഒരു ഗെയിം വരുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുപോലൊരു കളിയായിരുന്നു കഴിഞ്ഞ മാച്ച് നമ്മൾ കണ്ടത്. ഫെഡറിക്കോ വാൽവർഡയുടെ ഹാട്രിക് കണ്ടു. ആ എൻ്റയർ റയൽ മാഡ്രിഡ് ടീം നന്നായിട്ടായിരുന്നു കളിച്ചിരുന്നത്. അപ്പോൾ ആ മാച്ചിലേക്ക് വരുമ്പോൾ ആ മാച്ചിൽ മാഞ്ചസ്റ്റർ സിറ്റി പെപ് ഗാർഡിയോള ഒരു ലോ ബ്ലോക്ക് ആയിരുന്നു റയൽ മാഡ്രിഡിന്റെ ഭാഗത്ത് പ്രതീക്ഷിച്ചിരുന്നത്. റയൽ മാഡ്രിഡ് ഡിഫെൻസീവ് ആയിട്ട് കളിക്കും എന്ന രീതിയിലായിരുന്നു. അപ്പോൾ അതിനനുസരിച്ച് അദ്ദേഹം ഒരു 4-1-3-2 എന്നൊരു ഫോർമേഷൻ ഇറക്കി. മണ്ടത്തരമായിട്ടുള്ള ഒരു ഫോർമേഷൻ. നമ്മൾ ഇതിനെക്കുറിച്ച് ഇതിനു മുമ്പ് സംസാരിച്ചതാണ്. എന്നാലും പറഞ്ഞു പോവാണ്, ഒരൊറ്റ മിഡ്ഫീൽഡറിനെയും അതുമാത്രമല്ല 5 അറ്റാക്കിംഗ് പ്ലെയേഴ്സിനെയും, 5 അറ്റാക്കിംഗ് പ്ലെയർ, ഒരു അറ്റാക്കിംഗ് മിഡ്ഫീൽഡറും കൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ 5 അറ്റാക്കിംഗ് പ്ലെയറും ഒരൊറ്റ മിഡ്ഫീൽഡറിനെ വെച്ച് കളിപ്പിച്ചു. എന്നാൽ സിറ്റിക്കെതിരെ റയൽ ഡിഫെൻസീവ് ആയിട്ടല്ല കളിച്ചത്. റയൽ ഒരു മിഡ് ബ്ലോക്ക് ആയിട്ടാണ് വന്നത്. മിഡ് ബ്ലോക്ക് ആയിട്ട് വന്ന റയലിനെ സംബന്ധിച്ച് മിഡിൽ ആളില്ല. അപ്പൊ അവിടെ ബ്ലോക്ക് ചെയ്യാൻ തന്നെ ആളില്ല. അങ്ങനത്തെ ഒരു സാഹചര്യം വന്നപ്പോൾ മിഡിൽ നിന്ന് എന്തായാലും ബോൾ സപ്ലൈ ഫ്രണ്ടിലോട്ടില്ല. അങ്ങനെ വന്നതോടുകൂടി ആ ഒരു സിറ്റിയുടെ മൊത്ത താളവും തെറ്റി. സിറ്റി വിചാരിച്ചു വന്നതൊരു കാര്യം, നടന്നത് വേറൊരു കാര്യം. റയലിനെ സംബന്ധിച്ച് ഈസി ആയിട്ട് റയൽ പൊട്ടിക്കുകയായിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഒരു മിഡ്ഫീൽഡറിനെ ഇറക്കി. സാവിഞ്ഞ മാറ്റിയിട്ട് വേറൊരു മിഡ്ഫീൽഡറിനെ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ഇറക്കി. അതിനുള്ള കാരണം തന്നെ ഫസ്റ്റ് ഹാഫിൽ പറ്റിയ ഈ ഒരു ടാക്ടിക്കലി ഉള്ള ഈ ഒരു മണ്ടത്തരമായിരുന്നു. പെപ് ഗാർഡിയോളയെ സംബന്ധിച്ച് അദ്ദേഹം ഇനി ഇങ്ങനത്തെ ഒരു മണ്ടത്തരം സെക്കൻഡ് ലെഗിലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് മാത്രമല്ല, സെക്കൻഡ് ലെഗിലേക്ക് പോകുന്നതിന് മുമ്പ് 2 ടീമും അവരവരുടെ ഹോമിൽ 2 മാച്ച് കളിച്ചിട്ടുണ്ട്. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് എൽചെ 1-4 റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തി. വളരെ മികച്ച രീതിയിൽ റയൽ താരങ്ങൾ കളിച്ചു. കുറെ അക്കാഡമിക് പ്ലേയേഴ്സിനെ കളിപ്പിക്കുന്നത് നമ്മൾ കണ്ടു. മറുഭാഗത്തേക്ക് വരുമ്പോൾ അവിടെ വെസ്റ്റ് ഹാം യുണൈറ്റഡിനെ ആയിട്ട് 1-1 സമനിലയാണ് പറ്റിയിട്ടുള്ളത് മാഞ്ചസ്റ്റർ സിറ്റിയെ സംബന്ധിച്ച്. അവരിപ്പോൾ പ്രീമിയർ ലീഗ് ടൈറ്റിൽ റേസിൽ നിന്നും കുറച്ച് പുറകോട്ട് പോയിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ 2 ടീമും, അതായത് വെസ്റ്റ് ഹാം ആയാലും ശരി, ഇവിടെ എൽചെ ആയാലും ശരി, 2 ടീമും ആ ഒരു റെലഗേഷൻ സ്പോട്ടിൽ നിൽക്കുന്ന ടീമുകളാണ്. റെലഗേറ്റ് ആകാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന 2 ടീമുകളാണ്. അപ്പൊ അവർക്കെതിരെയാണ് കളിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ പ്രീമിയർ ലീഗിനും ലാ ലീഗും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അത് വേറെ കാര്യം. എന്തായാലും അവരവരുടെ ലീഗിൽ അവർ കളിച്ചിട്ടുള്ളത് ആ ഒരു റെലഗേഷൻ സ്പോട്ടിൽ നിൽക്കുന്ന ടീമുകൾക്കെതിരെയാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള ടീമിനെതിരെ പോലും സിറ്റിക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം റയൽ മാഡ്രിഡ് ഒരു നല്ല തകർപ്പൻ വിജയം സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ചാമ്പ്യൻസ് ലീഗിലേക്ക് വരുമ്പോൾ റയലിനെ സംബന്ധിച്ച് അവർക്ക് ഫുൾ കോൺഫിഡൻസോടെയാണ് അവർ വരുന്നത്. എന്നാൽ സിറ്റിയെ സംബന്ധിച്ച് കഴിഞ്ഞ 2 മാച്ചിലും വളരെ മോശം നെഗറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കോൺഫിഡൻസിൽ ഒരു ഡ്രോപ്പ് ഉണ്ടാകാം. പിന്നെ ഈ മാച്ച് നടക്കുന്നത് ഇത്തിഹാദിലാണ്, സിറ്റിയുടെ ഹോമിലാണ്. അപ്പൊ സിറ്റിയുടെ ഹോമിൽ നടക്കുന്നതുകൊണ്ട് തന്നെ സിറ്റിക്ക് അവിടെ എന്തായാലും ഹോം അഡ്വാൻറ്റേജ് ഉണ്ട് എന്നതാണ്. ഈ സീസണിൽ ഹോം അഡ്വാൻറ്റേജ് അത് വലിയ രീതിയിൽ എല്ലാ ടീമിനെയും സഹായിക്കുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ എല്ലാ ടീമിന്റെ മാച്ചിലും അത് കണ്ടു. കഴിഞ്ഞ ചാമ്പ്യൻസ് ലീഗിലെ ഫസ്റ്റ് ലെഗ് മാച്ചിൽ എല്ലാ ടീമും ആൾമോസ്റ്റ് മൊത്തം 8 മാച്ചായിരുന്നു നടന്നത്. അതിൽ 7 ടീമും 7 മാച്ചിലും അവരുടെ ഹോം ടീമുകൾ ആ ഹോം അഡ്വാൻറ്റേജ് യൂസ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. അറ്റ്ലാന്റയ്ക്ക് മാത്രമാണ് ഹോം അഡ്വാൻറ്റേജ് അതെന്താണെന്ന് പോലും മനസ്സിലാകാൻ പറ്റാത്ത രീതിയിൽ തോറ്റുപോയത്. 1-6 അവര് ബയൺ മ്യൂണിക്കുമായിട്ട് തോറ്റത്. ബാക്കി എല്ലാ ടീമിനും ഹോം അഡ്വാൻറ്റേജ് ലഭിച്ചിരുന്നു. ലിവർപൂളിനെ ഹോമിലിട്ട് തോൽപ്പിക്കുന്ന നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ആഴ്ഫണലുമായിട്ട് സമനില നമ്മൾ കണ്ടു. ബാഴ്സയ്ക്കെതിരെ സമനില നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അതായത് ചെൽസിയെ 2-5 PSG പരാജയപ്പെടുത്തി. അത്ലറ്റിക്കോ മാഡ്രിഡ് ആയിട്ടുള്ള മാച്ച്, ആ ഒരു ടോട്ടൻഹാം മാച്ച്. അപ്പോൾ ഇതിലെല്ലാം നമ്മൾ ഹോം അഡ്വാൻറ്റേജ് നമ്മൾ കാണുകയാണ്. ഇപ്പോൾ റയൽ മാഡ്രിഡിന്റെ മാച്ചിലും ഹോം അഡ്വാൻറ്റേജ് അവരെ വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട. അപ്പോൾ ഇത്തിഹാദിൽ കളി നടക്കുന്ന സമയത്ത് അവരുടെ ഹോം ആണല്ലോ, അപ്പൊ അവർക്കൊരു സപ്പോർട്ട്, ഹോം അഡ്വാൻറ്റേജ് എന്തായാലും കാണും എന്നതാണ്. ഇനി രണ്ടാമത്തെ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു മാച്ചിൽ എന്തായാലും റയൽ മാഡ്രിഡ് ഒരു ലോ ബ്ലോക്ക് ആയിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് പോക്കാണ്. കാരണം 3 ഗോൾ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത്
90 മിനിറ്റിൽ 3 ഗോൾ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടുള്ള ഒരു പരിപാടിയേ അല്ല. 4-5 ഗോളൊക്കെ ആണെങ്കിൽ ഓക്കെ, പക്ഷെ 3 ഗോൾ ഡിഫെൻഡ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ഈസി പരിപാടിയേ അല്ല. അത് നിങ്ങൾ ലോ ബ്ലോക്കുമായിട്ട് പോയി കഴിഞ്ഞാൽ, സിറ്റിയുടെ തട്ടകത്തിലോട്ട് ലോ ബ്ലോക്ക് സ്വിഫ്റ്റുമായിട്ട് റയൽ പോയി കഴിഞ്ഞാൽ, നിങ്ങൾക്കറിയാം, എല്ലാവർക്കും അറിയാവുന്നതാണ്, റയലിന്റെ ഡിഫൻസിൽ ഇപ്പോഴും അതൊരു സ്റ്റേബിൾ ഡിഫൻസ് ഒന്നുമല്ല. ആ ഡിഫൻസിൽ ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. അങ്ങനത്തെ ഒരു ഡിഫൻസുമായിട്ട് ഒരു ലോ ബ്ലോക്ക് കളിക്കാനായിട്ട് പോയി കഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല, പണി കിട്ടും. അതേസമയം കഴിഞ്ഞ മാച്ച് കളിച്ച അതേ സിസ്റ്റം പോലെ ഒരു മിഡ് ബ്ലോക്ക് കൗണ്ടർ സിസ്റ്റമായിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ അവസരത്തിൽ ഗോൾ അടിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അത് മാത്രമല്ല, മിഡ് ബ്ലോക്ക് ആയിട്ട് പോവുകയാണെങ്കിൽ ഓപ്പോസിറ്റ് ടീം റയൽ മാഡ്രിഡിനെതിരെ സിറ്റി കുറച്ച് പതറും എന്നതിൽ ഒരു സംശയം വേണ്ട. കഴിഞ്ഞ മാച്ചിലൊക്കെ നമ്മളത് കണ്ടതാണ്. വരുന്ന മാച്ചിൽ എന്തായാലും മാൻ സിറ്റി കുറഞ്ഞതൊരു 2 മിഡ്ഫീൽഡറിനെയും ഒരു അറ്റാക്കിംഗ് മിഡിനെയും കളിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അവർ സാധാരണ ഒരു 4-2-3-1 എന്ന ഫോർമേഷനിൽ കളിക്കാനുള്ള സാധ്യതയാണുള്ളത്. മിഡിൽ 2, ഒപ്പം ഒരു അറ്റാക്കിംഗ് മിഡും 2 വിങ്ങേഴ്സും ഒരു ഫോർവേഡ് എന്ന നിലയിൽ ആ ഒരു 4-2-3-1 എന്ന ആ ഒരു ഫോർമേഷൻ കളിക്കാനുള്ള സാധ്യതയാണ് ഞാൻ നോക്കി കാണുന്നത്. അപ്പോൾ ഈ ഒരു ഫോർമേഷനിലേക്ക് വരുമ്പോൾ റയൽ മാഡ്രിഡ് എന്തായാലും 4-4-2 ആയിരിക്കും കളിക്കുക. അപ്പൊ അതുകൊണ്ട് തന്നെ മിഡ് ബ്ലോക്ക് ആയിട്ട് വരുന്ന ഒരു ടീമിനെ സംബന്ധിച്ച് മിഡ്ഫീൽഡിൽ 2 പ്ലേയേഴ്സ് ഉണ്ടല്ലോ. ഇപ്പൊ റയലിനെ സംബന്ധിച്ച് നോക്കി കഴിഞ്ഞാൽ ഫെഡറിക്കോ വാൽവെർദെ അസാധ്യ മിഡ്ഫീൽഡറാണ്. ഒപ്പം ചോമനിയും വളരെ ടാലന്റഡ് ആയിട്ടുള്ള, വളരെ പൊട്ടൻഷ്യൽ ഉള്ള ഒരു മിഡ്ഫീൽഡറാണ്. ഇവർക്ക് 2 പേർക്കും ആ ഒരു മിഡ്ഫീൽഡ് എൻട്രിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതിലൊരു സംശയം ആർക്കും വേണ്ട, ആ മിഡ്ഫീൽഡ് കൺട്രോൾ ചെയ്യാൻ പറ്റും. മറുഭാഗത്ത് റോഡ്രിയും അതുപോലെ തന്നെ റോഡ്രിക്ക് ഒരു സിംഗിൾ പ്യൂട്ട് ആയിട്ട് കളിക്കാൻ പറ്റും. റയലിനെ സംബന്ധിച്ച് ഒരു സിംഗിൾ പ്യൂട്ട് ഇല്ല, അതാണ് റിയാലിറ്റി, അതാണ്. പക്ഷേ റോഡ്രിക്ക് ഒരു അഫലായിട്ട് സിംഗിൾ പ്യൂട്ട് 50 കളിക്കാൻ പറ്റും. ഒപ്പം ഒരു മിഡ്ഫീൽഡറിനെ കൂടെ വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടെ മോർ പവർഫുൾ ആയി മാറാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. ഈ ഒരു മാച്ച് എന്തായാലും സിറ്റി ജയിക്കാനുള്ള സാധ്യതകൾ ഞാൻ കാണുന്നുണ്ട്. പക്ഷേ 3 ഗോളുകൾ അടിച്ച് സിറ്റി ജയിച്ച് സിറ്റി അടുത്ത റൗണ്ടിലേക്ക് പോകുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല. റയൽ മാഡ്രിഡിനെ സംബന്ധിച്ച് വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് നിങ്ങൾ നിൽക്കുന്നത്. ലോ ബ്ലോക്ക് ആയിട്ട് പോകരുത്, മിഡ് ബ്ലോക്ക് ആയിട്ട് പോവുക. മിഡ് ബ്ലോക്ക് കൗണ്ടർ സിസ്റ്റം, കഴിഞ്ഞ മാച്ച് കളിച്ച അതേ സിസ്റ്റം ആയിട്ട് പോവുക. മിഡിൽ അവരെന്തായാലും 2 മിഡ്ഫീൽഡർ തന്നെ വെച്ചിരിക്കും, അത് ഉറപ്പാണ്. 2 മിഡ് പ്ലസ് ഒരു അറ്റാക്കിംഗ് മിഡ്, 3 മിഡ്ഫീൽഡറിനൊക്കെ അവർ വെച്ച് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. മിഡ് ബ്ലോക്ക് ആയിട്ട് പോയിട്ട് കാര്യമില്ല. പക്ഷെ 2 മിഡായി മാക്സിമം 2 മിഡേ വെക്കത്തുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഗോൾ അടിക്കണമല്ലോ, 3 ഗോളിന്റെ കടമുണ്ട്. അപ്പൊ അത് തീർക്കണമെങ്കിൽ എന്തായാലും 3 മിഡിനെ വെച്ച് പോകാൻ ചാൻസ് ഇല്ല. 2 മിഡ് അറ്റാക്കിംഗ് മിഡ് കാണും കേട്ടോ. അറ്റാക്കിംഗ് മിഡ് കൂടെ ചേർക്കുമ്പോൾ 3 ആണ്. മറ്റേതെന്ന് പറയുമ്പോൾ അറ്റാക്കിംഗ് മിഡിനെ കൂടെ ചേർക്കുമ്പോൾ 4 മിഡ് വരും. അപ്പൊ അങ്ങനത്തെ 4 മിഡ് സിസ്റ്റത്തിലോട്ട് എന്തായാലും പോകാൻ പോകുന്നില്ല. ആ ഒരു 3 മിഡ് വെച്ചിട്ടുള്ള ഒരു ഗെയിമിലേക്കായിരിക്കും സിറ്റി പോകുക എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഒരു ഡിഫൻസീവ് മിഡ്, ഒരു സെന്റർ മിഡ്, ഒരു അറ്റാക്കിംഗ് മിഡ്, ഈ ഒരു സിസ്റ്റം ആയിരിക്കണം സിറ്റി ഉപയോഗിക്കുക. അതല്ലാതെ ഇപ്പോ ഈ ഒരു മിഡ് ബ്ലോക്ക് ആയിട്ട് കളിക്കുന്ന ഒരു ടീമിനെതിരെ സാധാരണ 3 മിഡ്, അതായത് ഒരു ഡിഫൻസീവ് മിഡ്, 2 സെന്റർ മിഡ്, ഒരു അറ്റാക്കിംഗ് മിഡ്, അങ്ങനെ 4 മിഡുമായിട്ട് കളിപ്പിച്ചു കഴിഞ്ഞാൽ സിറ്റിക്കെതിരെ സിറ്റി, അതായത് റയലിനെതിരെ ഈ 4 മിഡ് സിസ്റ്റം ആയിട്ട് കളിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും റയലിന്റെ ഒരു മിഡ് ബ്ലോക്ക് പരിപാടി നടക്കത്തില്ല. പക്ഷെ 4 മിഡായിട്ട് കളിച്ചു കഴിഞ്ഞാൽ 3 ഗോൾ അടിക്കാനും പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ ഒരു 3 മിഡ് സിസ്റ്റം ആയിട്ടായിരിക്കും സിറ്റി പോകാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. പെപ് ഗാർഡിയോളയെ സംബന്ധിച്ച് ഒരു വലിയ റിസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി അടിക്കേണ്ടത് 3 ഗോളുകളാണ്. 3 ഗോളുകൾ അടിച്ച് ആ ഒരു തിരിച്ചു വന്ന് അടുത്ത റൗണ്ടിലേക്ക് പോകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് ആയിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ ഫുട്ബോൾ ആണല്ലോ, എന്ത് വേണമെങ്കിലും സംഭവിക്കാം. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ കമന്റ് ബിലോ. അപ്പോൾ എൻ്റെ ഒരു പ്രഡിക്ഷൻ എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ജയിക്കും, പക്ഷെ റയൽ മാഡ്രിഡ് ആയിരിക്കും അടുത്ത റൗണ്ടിലേക്ക് പോവുക. ഇല്ലെങ്കിൽ ഒരു പെനാൽറ്റി ഷൂട്ട് ഔട്ടിനുള്ള സാധ്യതയും ഞാൻ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ ഒപ്പീനിയൻ എന്ത് തന്നെയാണെങ്കിലും കമന്റ് ബിലോ. മറ്റൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ ബൈ വിത്ത് ഫുട്ബോൾ.